നിന്റെ അടുത്ത് ഇതിനും മഴ ഇവിടെ എവിടെയാണ് അഴിക്ക് ബീച്ചുള്ളത് കേട്ടോ. അഴിക്കലെവിടെ? ഇവിടെ തിരിച്ചു പോവുകയാണ്. ഭയങ്കര മഴയാണ് കൃപാസനത്തിൻ്റെ അടുത്ത്. മൊത്തം ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഇതായിട്ടൊക്കെ കിടക്കുക. ഞാനിവിടെയൊക്കെ ഇറങ്ങി കുറച്ച് നേരം നിൽക്കണമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. എന്തായാലും മഴ കാര്യമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വരുമ്പോൾ നമുക്ക് ഇറങ്ങി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യാം അല്ലേ? റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സംഭവം റോഡിൻ്റെ വർക്കുകൾ ഫുൾ കഴിഞ്ഞിട്ടില്ല. മഴ ഒരു നിവർത്തിയില്ല, ഒരു രക്ഷയില്ല. മഴ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു മീൻ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ആ സൈഡിൽ ഒരു മീൻ മാർക്കറ്റാണ്. കാണുന്നതൊക്കെ പറയും. റോഡിന്റെ പണികളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ കടല് കണ്ടത്? കടലൊക്കെ കണ്ടു, കുറച്ച് ദൂരം കടലൊക്കെ ഉണ്ട്. അവിടെ എല്ലാം കടൽ തന്നെ. ഇതിന്റെ അപ്പുറത്ത് മൊത്തം കടൽ തന്നെ. റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും കടലേ. രണ്ട് ആ സൈഡിലൊക്കെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെയൊക്കെ കടൽ കയറി. നല്ല വീതിയിൽ റോഡ് ഒരു നാല് വരി പാതയായിട്ടാണ്, 4-6 വരി പാതയായിട്ടാണ് കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല വീതിയായിട്ടാണ് റോഡിൻ്റെ പണി നടന്നിരിക്കുന്നത്. കൊള്ളാം, നല്ല റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് കിടിലായിരിക്കും റോഡ്. ആ സൈഡിലൊക്കെ നല്ല പച്ചപ്പുണ്ട്. മഴ ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ, എന്നാലും കാണാനൊക്കെ പറ്റും. നല്ല പച്ചപ്പാട്ട് കിടക്കുകയാണ്. പുല്ലും ഇതായിട്ടൊക്കെ പിടിച്ച് മൊത്തം കാട് കയറി കിടക്കുന്നു. നല്ല പച്ചക്കടറിൽ അതുപോലെ റോഡാണെങ്കിൽ മഴ കാരണം കൊണ്ട് ഒരു രക്ഷയില്ല. പോകുന്ന വഴിയിലെല്ലാം കംപ്ലീറ്റും വെള്ളക്കെട്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇവിടെയൊന്നും പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. റോഡിൻ്റെ പണിയൊന്ന് കഴിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബാറുണ്ട്. ഇതൊരു ബാറ് വ്യാപാരം ഉണ്ടോ? വാഴപ്പല. ഇതൊരു സ്കൂളാണ്. ഇവിടെയൊക്കെ റോഡ് കുഴിച്ചു വാരിയിട്ടിരിക്കുക. അതായത് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് പണി തീർന്നിട്ടില്ല. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുക. മെയിൻ്റെനൻസ് വർക്കുകൾ പണി ഇനിയുണ്ട്. മഴയാണെങ്കിലും റോഡിൽ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എങ്ങോട്ടാണ് തിരിയേണ്ടത്? ഇവിടെ ഒരു ചെറിയൊരു ചായത്തട്ട് കട. ഇവിടെ ഹോണ്ടയുടെ ബെൻസിൻ്റെ ആണ് തോന്നുന്നത്. കൊച്ചി കന്യാകുമാരി ഹൈവേ. അത് നോക്കിക്കോണേ എങ്ങോട്ടാണ് പോകേണ്ടത്. വീട്ടിലോട്ട് പോകണം.
ഇതിന്റെ നമ്മൾ വന്ന വഴി തന്നെയെങ്കിൽ തിരിച്ചു പോകാം. എവിടെയുണ്ട് റോഡ്? അങ്ങോട്ടാണോ നമ്മള്? അല്ല, നേരെ അതെ തന്നെ. ഒരു ബീച്ച് എന്ന് എഴുതിയിരിക്കുന്ന നമുക്ക് നോക്കാം. ആലപ്പുഴ ബീച്ച്. നമ്മള് ആലപ്പുഴ ബീച്ചിലേക്ക് പോവാണ്. ഇവിടുന്ന് എടുത്തോട്ടോ, ഇങ്ങോട്ടോ. നമ്മള് ബീച്ചിലേക്ക് പോകുന്ന റോഡ്. ഈ പാലം വഴി വലത്തോട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോകേണ്ട റോഡ്. നല്ല അടിപൊളി റോഡ്. ഇവിടെ ഗ്രൗണ്ടെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. നമ്മള് ആലപ്പുഴ ബീച്ചിലേക്ക് പോകുന്ന റോഡ്. ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട് ബീച്ചിലേക്ക് പോകുന്നത്. അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നു. ഈ കിടക്കാണെങ്കിൽ ഇനി ബീച്ച് എന്ത് ഗതിയാണെന്ന് ദൈവത്തിന് തന്നെ അറിയാം. അല്ലേ? അതെ. ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യണം. ബീച്ചിലൊന്നും ആരുമില്ല, എല്ലാം പ്ലെയിനായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മളവിടെ കയറിയില്ല. ദൂരെ നിന്ന് വീഡിയോ എടുത്ത് നമ്മളിലേക്ക് പോകും. ഇതിലല്ലേ അതുവഴിയല്ലേ നമ്മൾ വന്നത്. ഇനി അങ്ങോട്ട് പോകണം കുറച്ചുകൂടി. നമ്മൾ കന്യാകുമാരി റോഡിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആലപ്പുഴയിൽ നിന്ന് കന്യാകുമാരി പോകുന്ന റോഡ്.
പാലം പണിയാ തോന്നുന്നു. എന്റെ പൊന്നെ അടുത്തടുത്ത്